രുചിക്കൂട്ട്. പലപ്പോഴും നമ്മൾ കടയിൽ നിന്ന് റസ്ക് വാങ്ങാറുണ്ടെങ്കിലും പലർക്കും അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കണമെന്നില്ല. നമുക്ക് വീട്ടിൽ ഒന്ന് തയ്യാറാക്കി നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ, അതോടൊപ്പം തന്നെ ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ 250 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ, ഒപ്പം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 4 മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. ഓരോരോ മുട്ടയായിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് ഇനിയും ഒരു 3 കപ്പോളം മൈദയിൽ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച പൊടിയും കൂടി ചേർക്കാം. അത് കുഴയാൻ പാകത്തിൽ ഏകദേശം ഒരു 3/4 കപ്പോളം പാലും കൂടി ചേർത്ത് നമുക്കിത് ഒരു ബാറ്ററായിട്ട് തയ്യാറാക്കാം. അവസാനമായിട്ട് നമുക്ക് ഒരു 1.5 മുതൽ 2 ടീസ്പൂണോളം വാനില എസൻസും ചേർക്കാം. വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചെറുതായി നുറുക്കിയ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. അങ്ങനെയൊക്കെ കുറച്ച് ചെറിയ അളവിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് അവനിടുക. അതിലേക്ക് നമ്മൾക്ക് ഒരു ബേക്കിംഗ് ട്രേയിൽ അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇതിലെന്തെങ്കിലും ഒന്ന് നിരത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററും കൂടി ഒഴിക്കാം. ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ അധിക നേരം പിന്നെ പുറത്ത് വയ്ക്കരുത്. അപ്പോൾ തന്നെ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. കേക്ക് പോലെ തന്നെ ഒരു 45-50 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളത് റസ്കാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം റസ്കിൻ്റെ ഒരു രീതിയിൽ നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് ഒരു ട്രേയിൽ നമ്മളിത് നിരത്തി വയ്ക്കാം. ഈ ട്രേയിൽ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും 150 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന അവനിൽ നമ്മളൊരു 20 മുതൽ 30 മിനിറ്റ് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ടീ റസ്ക്. ഇത് നല്ല രുചിയാണ്. കേക്കിൻ്റെ തന്നെ ഒരു ബാറ്റർ ഉപയോഗിച്ചുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഗുണവുമുണ്ട്, അതുപോലെ തന്നെ രുചിയുമുണ്ട്. പിന്നെ നമ്മളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നൊരു മെച്ചമുണ്ട്. ഏലക്ക ചേർക്കുകയോ സ്പൈസസ് ചേർക്കുകയോ ഒക്കെ ആവും. മറ്റൊരു വിഭവമായി അടുത്ത എപ്പിസോഡിൽ. രുചിക്കൂട്ട്. നിർവഹണം ലീന.